തകർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പരിക്കുകളൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിനകത്ത് നിന്ന് വെറും 6 പേരെ മാത്രമേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നേരത്തെ മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. അതിനും അപ്പുറത്ത് ഏതാനും ചിലരുടെ മൃതശരീരങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇപ്പോൾ ഈ കത്തുന്നത് ഏകദേശം ഒരു 3-4 ഏക്കർ ഭൂമിക്കകത്താണ് ഈ വെടിക്കെട്ട് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഏകദേശം 30-35 ഇടയിൽ ആളുകൾ അവിടെ പണിയെടുത്തിരുന്നു. നാം രാവിലെ വന്നപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇവർ തന്നെ പറഞ്ഞത് പല ഘട്ടങ്ങളിലായി ഏകദേശം 100-150 ഇടയിലുള്ള തൊഴിലാളികൾ പല ഘട്ടങ്ങളിലായി ഇവിടെ പണിയെടുക്കുന്നുണ്ട് എന്നതാണ്. അതായത് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ്. ഇനി ആദ്യം ദിവസങ്ങളിൽ 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി അതിനകത്തൊക്കെ കരിമരുന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടുന്നുണ്ട്. ഇതിനകത്തേക്ക് കയറിക്കൊണ്ട് ഒരു രക്ഷാപ്രവർത്തനവും നിലവിൽ സാധ്യമല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിനകത്ത് ഓരോ കൂടാരങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കൂടാരങ്ങളിലും ചെറിയ ഷെഡുകളിലൊക്കെ വലിയ തോതിൽ കരിമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരിമരുന്ന് കൊണ്ടുണ്ടാക്കിയ അമിട്ട് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തും കത്തി വന്ന് ആ ഭാഗം മുഴുവൻ കത്തിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ആർക്കും ധൈര്യപ്പെട്ട് കയറാൻ കഴിയില്ല. ധൈര്യപ്പെട്ടെന്നല്ല, ആർക്കും കയറാൻ കഴിയില്ല. ഏതൊക്കെ ഭാഗത്തേക്ക് ഇതിനകത്തുള്ള കരിമരുന്ന് ഉപകരണങ്ങൾ തെറിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ നിശ്ചിത അകലം പാലിച്ച് മാത്രമേ ഇപ്പോൾ സമീപഭാഗത്തേക്ക് തെറിച്ചു വീണിരിക്കുന്ന ശരീരഭാഗങ്ങളെല്ലാം പറക്കിയെടുത്ത് സ്വാഭാവികമായും അത് കൊണ്ടുപോവുക എന്നതിനപ്പുറത്തേക്ക് ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. നേരത്തെ ഫയർഫോഴ്സ് ഈ സമീപത്ത് ഏകദേശം നാം നിൽക്കുന്നതിന് ഏകദേശം 100 മീറ്റർ അപ്പുറത്ത് വരെ വെള്ളം ഒഴിച്ചുകൊണ്ട് കെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും സാധ്യമാവില്ല. വലിയ തോതിൽ കിലോ കണക്കിന് വെടിമരുന്ന് കരിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ഫയർഫോഴ്സ് അല്ല ആര് വിചാരിച്ചാലും അത് കെടുത്താൻ കഴിയില്ല. സ്വാഭാവികമായ അതെല്ലാം കത്തി നശിച്ച ശേഷം മാത്രമേ ഒരു ശരിയായ രക്ഷാപ്രവർത്തനം സാധ്യമാകൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ആരും ആ പരിസരത്തേക്ക് പോകുന്നില്ല. എല്ലാവരും ഒരു പരിധി മാറി നിന്ന് സമീപത്തുള്ള പാടങ്ങളിലൊക്കെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി പാടത്തൊക്കെ ആളുകൾ ശരീരാവശിഷ്ടങ്ങൾ തെറിച്ചു വീണ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള നാട്ടുകാരും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് എല്ലാവരും ചേർന്ന് പരിശോധന നടത്തുകയാണ്. ഇതിനും അപ്പുറത്തേക്ക് ഒരു രക്ഷാപ്രവർത്തനം നിലവിൽ സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. അത് സാധ്യമാകണമെങ്കിൽ ഇത് പൂർണ്ണമായും കരിമരുന്ന് ഇതിനകത്തുള്ളെല്ലാം കത്തി തീർന്നതിന് ശേഷം മാത്രമേ ആ പരിസരത്തേക്ക് പോലും പോകാൻ കഴിയൂ. നേരത്തെ ഫയർഫോഴ്സ് വന്ന് ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ആ ശ്രമം കാര്യമായ ഫലം കണ്ടില്ല. കാരണം അത്രയേറെ കിലോ കണക്കിന് കരിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ഫയർഫോഴ്സിന്റെ വെള്ളം എത്തിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇത് നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെടിക്കെട്ടിന് എങ്ങനെയാണോ പൊട്ടുന്നത് അതുപോലെ തന്നെ തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് ഇപ്പോൾ ഫയർഫോഴ്സ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഫയർഫോഴ്സ് ഈ ഭാഗത്തെ തീ പതുക്കെ നമ്മൾ കടക്കുന്ന നമ്മുടെ 100 മീറ്റർ അപ്പുറത്തുള്ള തീ ചെറിയ തോതിൽ അണഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വലിയ തോതിലുള്ള കത്തൽ കുറഞ്ഞ പശ്ചാത്തലത്തിൽ പതുക്കെ വെള്ളം അടിക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു